അങ്ങനെ അനിരുദ്ധന്റെയും അംബാലികയുടെയും പ്ലാൻ പ്രകാരം മൈക്കിള് ഭരതിനെ തേടി അവന്റെ വീട്ടിലെത്തുകയാണ് കേട്ടോ. വീട്ടിൽ വന്നിറങ്ങി അവൻ ചുറ്റുമൊന്ന് വീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് ഭരത്തെ എന്ന് വിളിക്കുകയാണ്. അതേസമയം അകത്ത് നിന്ന് സേതുവും ഗായത്രിയും പറയുന്നുണ്ട് ആരോ പുറത്ത് വന്നിട്ടുണ്ട്, വണ്ടീന്റെ ഹോണടി കേൾക്കുന്നു എന്ന്. അങ്ങനെ സേതുവും ഗായത്രിയും കൂടി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ മൈക്കിളിനെ കാണുമ്പോൾ ഇവർക്ക് ആർക്കും ആരാണെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. മൈക്കിൾ ചോദിക്കുന്നുണ്ട് ഭരത്തില്ലേ ഇവിടെ? ആ ഉണ്ട്, നിങ്ങൾ ആരാ എന്ന് സേതു ചോദിക്കുകയാണ്. ആദ്യം ഭരത്തിനെ വിളിക്ക്, അവൻ എന്നെ കണ്ടാൽ മനസ്സിലാകുമെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടുകൊണ്ട് ഭരത് പുറത്തേക്ക് വരികയാണ്. ഒപ്പം അരുന്ധതിയും ഉണ്ടായിരുന്നു. മൈക്കിളിനെ കണ്ടതും അവരാകെ ഷോക്കാകാൻ കേട്ടോ. മൈക്കിൾ ചോദിക്കുന്നുണ്ട് എന്താ ഭരത്തെ ഫോൺ വിളിച്ചാൽ എടുക്കാത്തത്? ഒരു മര്യാദക്കെ വേണ്ടേ? ഇത് കേട്ടൊന്നും ഭരത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എനിക്ക് ഇത്ര മര്യാദക്കേ ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? സേതു ചോദിക്കുന്നുണ്ട് ഇതാരാ ഭരത്തെ? ഇത്രയ്ക്ക് അധികാരം കാണിക്കാൻ ഇവൻ ആരാണ്? താൻ എന്തിനാണോ വന്നത് എന്നൊക്കെ ചോദിക്കേണ്ട സേതു. അത് ഭരത് പറയും എന്ന് മൈക്കിൾ പറയാം. അപ്പോൾ ഭരത് പറയുന്നുണ്ട് ഏട്ടാ, ഇതാണ് മൈക്കിൾ, എന്നെ മയക്കുമരുന്നിന്റെ ഇടനിലക്കാരനാക്കിയത് ഇയാളാണ്. എല്ലാവരും അമ്പരന്ന് മുഖത്തോട് മുഖം നോക്കുകയാണ്. സേതു മൈക്കിളിനെ പിടിച്ച് തല്ലുകയാണ് കേട്ടോ. എടാ നീയാണല്ലേ ഇവനെ ഈ നിലയിലാക്കിയ ദ്രോഹി, ഇങ്ങനെ പറഞ്ഞ് തിരിച്ചു മറിച്ചും തല്ലുകയാണ് കേട്ടോ സേതു. അപ്പോൾ ഭരത്തും ഗായത്രിയും എല്ലാവരും സേതു വിട് എന്ന് പറഞ്ഞ് പിന്നാലെ കൂടാണ്. അങ്ങനെ ഒരുവിധം ഭരത്തും ഗായത്രിയും കൂടെ അവരെ രണ്ടാക്കി നിർത്തുകയാണ് കേട്ടോ. ഗായത്രി പറയുന്നുണ്ട് വീടും നാടിനും വേണ്ടാത്ത ഇയാളൊക്കെ എന്തിനാ തല്ലുന്നത്? അപ്പോൾ സേതു ചോദിക്കുന്നുണ്ട് ഒരു പാവം ചെറുപ്പക്കാരന്റെ ജീവിതം വെച്ചാണോ താൻ ഈ കളിക്കുന്നത്? മൈക്കിൾ പറയാണ് ഞാൻ ആരുടെ ജീവിതം വെച്ച് കളിച്ചിട്ടില്ല, എനിക്ക് തരാനുള്ള 25 ലക്ഷം രൂപ ഇവൻ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവൻ ഈ ജോലി ഏൽപ്പിച്ചത്. സേതു പറയും താൻ എന്തായാലും നല്ല പിള്ളയാവാൻ ശ്രമിക്കേണ്ട, താൻ കൊടുത്ത 25 ലക്ഷം രൂപയുമായിട്ട് ഇവൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഭാവൻ അവനോട് ഇത് വാങ്ങിച്ച ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു വിട്ടതാണ്. ആ വിവരം അവൻ നിങ്ങളെ നേരത്തെ വിളിച്ചറിയും. ക്യാഷുമായി എത്തി അവനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ച് ആ പണം വാങ്ങിച്ചു കൊണ്ടുപോയി. അത് നിങ്ങളെ ഗുണ്ടയാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അന്ന് ഇവനില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ ഇവൻ തയ്യാറായി. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്നിട്ടിപ്പോൾ ഓരോ ന്യായീകരണവുമായി പറഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും സേതു അവനെ മെക്കട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ മൈക്കിൾ പറയുന്നത് ഞാൻ ആരുടെ ക്യാഷ് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ സേതു പറയും പിന്നെ എങ്ങനെയാണോ ആ ഗുണ്ടകൾ ഇവന്റെ കൈ ഇത്രയും ക്യാഷുള്ളത് അറിഞ്ഞത്? പണം പോയെന്നറിഞ്ഞ് ഇവൻ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ ആ പണം നിങ്ങൾ തന്നെയാണ് തട്ടിയെടുത്തത് എന്ന്. എന്നിട്ടും അവൻ എന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. എനിക്ക് അന്നേ അറിയാമായിരുന്നു നിങ്ങളാണ് മനഃപൂർവ്വം അവനെ ചതിച്ചതെന്നതിന്റെ പിന്നിൽ എന്നുള്ളതും. ഏതൊരു ബുദ്ധിമാനും ഒരു അബദ്ധം പറ്റും, അതാണ് തനിക്കിപ്പോൾ പറ്റിയത്. പിന്നെ താൻ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഭരത് ഫോൺ എടുക്കാത്തതെന്ന് തനിക്കറിയോ? തന്നോട് അറിയിക്കാത്ത തന്റെ താവളത്തിലേക്ക് അവൻ വന്നു ആ പണം തിരികെ നൽകാൻ. അപ്പോഴാണ് അന്ന് പണം തട്ടിയെടുത്തതിൽ ഒരാളെ അവൻ തിരിച്ചറിഞ്ഞത്. അന്ന് തന്നെ അവൻ അതിന് പ്രതികരിച്ചെങ്കിൽ താൻ ഇവനെ ഇല്ലാതാക്കുമായിരുന്നില്ലേ? ഇതെല്ലാം കേട്ട് മൈക്കിൾ ഒന്നും പറയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഭരത് പറയുന്നത് ആദ്യമൊക്കെ തന്നിരുന്ന പാർസൽ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഏട്ടാ, പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ എന്നെ ചതിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ സേതു ചോദിക്കുന്നത് താൻ ഇത്രയൊക്കെ ചെയ്തിട്ട് മതിയാവാതെ വീണ്ടും ഇവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണല്ലേ? ആര് പറഞ്ഞിട്ടാണോ താൻ ഇവന്റെ വീട്ടിൽ മയക്കുമരുന്നിന്റെ ബോക്സ് കൊണ്ടുപോയി കൊടുത്തത്? അപ്പോൾ മൈക്കിൾ പറഞ്ഞിട്ടുണ്ട് ഇത് ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇവൻ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് അവന്റെ ആന്റിന്റെ കയ്യിലാണ് ഞാൻ ആ പാർസൽ കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് സേതു ഇത് ഇവിടെ കൊണ്ടും തീർന്നു തോന്നുന്നില്ല, നീ പോലീസിനെ വിളിക്ക്. ഇത് കേൾക്കും മൈക്കിൾ പറയാണ് വിളിക്ക്, പോലീസിനോട് ഞാൻ പറഞ്ഞോളാം എല്ലാ കാര്യങ്ങളും. അങ്ങനെ മൈക്കിൾ പറയുന്നുണ്ട് സേജു പറഞ്ഞതെല്ലാം ശരിയാണ്, ഭരത്തിന് 25 ലക്ഷം രൂപ കൊടുത്തതും ഞാൻ തന്നെയാണ്, തിരിച്ചെടുത്തതും ഞാൻ തന്നെയാണ്. എനിക്കപ്പോൾ ആവശ്യം ഒരു ഇടനിലക്കാരനെയായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷണം നടക്കുന്ന സമയത്താണ് ഭരത് എന്നെ തേടി എത്തിയത്. അപ്പോഴാണ് അവൻ എന്തുകൊണ്ടും ഒരു പ്രാരാബ്ധക്കാരനെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് അവനെ ഇടനിലക്കാരനാക്കി ഞാൻ കളിച്ചത്. ഇപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. അംബാരിയുടെ കയ്യിൽ ഞാൻ കൊടുത്ത ആ പാർസൽ എനിക്ക് തിരിച്ചു വേണം. അത് എന്റെ കയ്യിലില്ല എന്ന് ഭരത് പറയാണ്. അംബാരിക പറഞ്ഞില്ല അത് ഭരത്തിന് തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ സേതു പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോലീസിനെ വിളിക്കുക, ഇത് ഇവിടെ തീരുമാനമാക്കും. മൈക്കിൾ പറയുന്നുണ്ട് പോലീസ് വന്നാൽ എന്നെ മാത്രമല്ലല്ലോ അവനെയും കൊണ്ടുപോകില്ലേ, നിങ്ങൾ വിളിക്ക് എന്ന് ധൈര്യമായിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ സേതു സ്റ്റെക്കാകാൻ കേട്ടോ. ശേഷം ഭരത്തിനെ വിളിച്ചിട്ട് പറയാം ഭരത് നീ ആ പാർസൽ അവനെ എടുത്തു കൊടുക്കുക. എന്നിട്ട് ഭരത്തിനെ വിളിച്ച് അകത്തേക്ക് വരികയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞാൻ പറയുന്ന ശേഷം മാത്രമേ നീ അത് എടുത്തു കൊടുക്കാവൂ, ഇന്നത്തോടു കൂടി അവന്റെ കളി നിർത്തണം. അങ്ങനെ സേതു ഫോൺ എടുത്തിട്ട് എസ് എ അജിത് സാറിനെ വിളിച്ച് കാര്യം പറയാൻ കേട്ടോ. അപ്പൊ എസ് എ പറയുന്നുണ്ട് ഒരു കാരണവശാൽ ഞങ്ങൾ എത്തുന്നതിന് മുൻപ് അയാൾക്ക് ആ സാധനം എടുത്തു കൊടുക്കരുത്. തൊണ്ടി മുതൽ സഹിതം അദ്ദേഹത്തെ പിടിച്ചെങ്കിൽ ഈ കേസ് ഒരു തീരുമാനത്തിലെത്തിക്കാൻ പറ്റൂ. ഞങ്ങൾ എന്തായാലും അടുത്ത് തന്നെയുണ്ട്, 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്താം. അതുവരേക്കും സേതു എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തണമെന്ന് പറയാണ്. അങ്ങനെ സേതു ഓക്കെ എന്ന് പറയാൻ കേട്ടോ. ഉടൻ തന്നെ എസ് എ അജിത് സാറും കൂട്ടരും അവിടെ എത്തുകയാണ്. ഇവരെ കാണുമ്പോൾ മൈക്കിളാകെ പേടിക്കാണ്ട് അദ്ദേഹം പിന്നോട്ട് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം എത്തിയിട്ട് ചോദിക്കുന്നു എന്താണോ താൻ ഇവിടെ, എന്താ തനിക്കിവിടെ കാര്യമെന്ന് ചോദിക്കുകയാണ്. അത് സർ ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വന്നതാണ് എന്ന് മൈക്കിൾ പറയാണ്. അപ്പോഴേക്കും സേതു ഭരത്തിന്റെ കയ്യിൽ നിന്നും ആ പാർസൽ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് മൈക്കിളിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതാടോ ഇതല്ലേ താൻ ചോദിച്ച സാധനം, ഇതൊക്കെ നിന്റെ കയ്യിൽ കൊണ്ടുപോ എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഉടൻ തന്നെ അജിത് സർ അത് വാങ്ങുകയാണ്. എന്താടോ ഇത് എന്ന് പറഞ്ഞ് തുറന്നു നോക്കുകയാണ്. അപ്പൊ അതിന് മയക്കുമരുന്ന് കാണുമ്പോൾ എല്ലാവരും ഷോക്കാകുക, മൈക്കിളിൽ നിന്ന് വിയർക്കുകയാണ് കേട്ടോ. ബോക്സ് തുറന്ന് എല്ലാം എടുത്ത് പരിശോധിച്ച ശേഷം അജിത് കുമാർ പറയുന്നുണ്ട് കൊള്ളാം, അവസാനം തൊണ്ടി മുതലോട് തന്നെ അകത്താക്കാൻ തന്നെ എന്റെ കയ്യിൽ കിട്ടി. ഇനി താൻ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. പറ തനിക്കിത് എവിടുന്ന് കിട്ടി? ഭരത്തുമായിട്ട് തനിക്കെന്ത് ബന്ധം? അപ്പോൾ സേതു പറയുന്നുണ്ട് സർ ഭരത്തിനെ ഇടനിലക്കാരനാക്കി ഇയാളാണ് അവനെ ചതിച്ചത് എന്ന് പറയാണ്. അത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ മൈക്കിൾ പറയാൻ ശ്രമിക്കുമ്പോൾ തന്നോട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് ഭരത്തെ എവിടെയെന്ന് ചോദിച്ച് ഭരത്തിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അജിത് സർ അകത്തേക്ക് പോവുകയാണ്. എന്താ ഭരത്തെ ഇത്?
താൻ ഇങ്ങനെ ഇതിലൊക്കെ വന്ന് പെട്ടു എന്ന് ചോദിക്കുകയാണ് അജിത് സർ. സർ, അയാൾ എന്നെ ചതിച്ചതാണ്, അല്ലാതെ എനിക്ക് നേരിട്ടൊരു ബന്ധവുമില്ല എന്ന് ഭരത് പറയാണ്. പിന്നാലെ ഒന്ന് സേതു പറയുന്നുണ്ട്, സർ ഏത് നിമിഷം ഒരു ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണ് അവൻ, അതുകൊണ്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കരുത്. അജിത് സർ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഒരാളെ മാത്രം ചെയ്യാൻ പറ്റില്ല. മൈക്കിളിന്റെ മൊഴി എടുക്കുമ്പോൾ ഭരത്തിന് എന്തായാലും പറയും, അപ്പോൾ പിന്നെ കേസ് വഴിമാറി പോകും എന്ന് പറയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ സേതു പറയാണ്, സർ ഞാനൊരു വഴി പറയട്ടെ, മൈക്കിൾ എന്നെ കാണാൻ ഇവിടെ വന്നതാണെന്ന് പറയാം, ഞാനെല്ലാം ഏറ്റെടുത്തോളാം, അങ്ങനെയാകുമ്പോൾ ഭരത്തിന്റെ പ്രശ്നം വരില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ ആ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് സേതു ഗായത്രിയുടെയും മായയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഗായത്രിയുടെ മായയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കറിയാണ്, മോനെ അതെന്തിനാ? സേതു പറയുന്നുണ്ട്, എന്തായാലും മൈക്കിൾ ഇവിടെ എന്തിനു വന്നു എന്ന് കോടതിയിൽ ഒരു ചോദ്യം വരുമ്പോൾ കാര്യം പറയേണ്ടി വരും, അതുകൊണ്ട് ഞങ്ങൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ പോയേ പറ്റും, ഞാനാകുമ്പോൾ അതാണ് നല്ലത്, ഇല്ലെങ്കിൽ കാര്യമൊക്കെ പുറത്തറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഭരത്തും പറയുന്നുണ്ട്, സേതുട്ട എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയാണ്. അതൊന്നും സാരമില്ല, എല്ലാ കാര്യങ്ങളും അജിത് സാറിന് അറിയുന്നതില്ല, അതുകൊണ്ട് സാർ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് പറയാൻ സേതു. ഞാനിപ്പോൾ ഈ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ ഭരത്തിന്റെ ഭാവി ആകെ ഇല്ലാതാകും, മാത്രവുമില്ല പിന്നീട് ഒരിക്കലും അവൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്ഥാനവും കിട്ടില്ല. അങ്ങനെ പറഞ്ഞ് അവൾ അജിത് സാറോട് റെഡിയാണ് എന്ന് പറയട്ടെ സേതു. അങ്ങനെ അജിത് സാർ വന്നിട്ട് മൈക്കിളിനെ നന്നായിട്ട് ഇടിച്ചിട്ട് വണ്ടിയിൽ കയറ്റിയാണ്. ഒപ്പം സേതു വാ എന്ന് പറഞ്ഞ് അദ്ദേഹം വണ്ടിയിൽ കയറുകയാണെങ്കിൽ സേതു എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ വണ്ടിയിൽ കയറാൻ കേട്ടോ. ഇത് കാണുമ്പോൾ ഗായത്രിയും മായയും ഭരത്തും മരുന്നത് എല്ലാവരും പൊട്ടിക്കരയാണ്. അങ്ങനെ സേതുവിനെയും കൊണ്ട് അവർ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവർ പോയതിനു ശേഷം ഗായത്രി നേരെ ഓടിച്ചെന്ന് അകത്തേക്ക് കയറി ഫോൺ എടുത്തിട്ട് വിജയപത്മനെ വിളിക്കുകയാണ്. എന്നിട്ട് ഗായത്രി പറയുന്നത്, ഏട്ടാ ഇവിടെ ഒരു പ്രശ്നം നടന്നു, സേതുവിനെ പോലീസ് അറസ്റ്റ് കൊണ്ട് പോയി, ഭരത്തിന്റെ കുറ്റം സേതു ഏറ്റെടുത്തതാണ്, അങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജാനകിയും വിജയപത്മനും ഒക്കെ ഷോക്കാവാണ് കേട്ടോ. എന്നിട്ട് വിജയപത്മൻ ചോദിക്കുന്നുണ്ട്, ഇനി എന്തൊക്കെ ഗായത്രി പറയുന്നത്, എന്താണ് അവിടെ നടന്നത്? അപ്പോൾ ഗായത്രി മൈക്കിൾ വന്നതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാണ്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ഭരത്തിനെ അറസ്റ്റ് ചെയ്താൽ അവന്റെ ഭാവി പ്രശ്നത്തിലാകും എന്ന് കരുതിയിട്ടാണ് സേതു കുറ്റം ഏറ്റെടുത്തത്. അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട്, സേതു കാണിച്ചത് മണ്ടത്തരമാണ് ഗായത്രി, മയക്കുമരുന്ന് കേസിന് ആ മൈക്കിളിനെ തന്നെ കുറ്റം ചാർത്തിയാൽ മതിയായിരുന്നു, ഇതിപ്പോൾ ഈ കേസ് ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ പറയാണ്. എന്തായാലും സേതു അല്ലേ പോലീസിനെ വിളിച്ചു വരുത്തിയത്, അപ്പോൾ അവൻ ചെയ്തത് തെറ്റൊന്നുമില്ല എന്നും വിജയപത്മൻ പറയാണ്. മായ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ടോ ജാനകി. അവളും സേതുവിന്റെ കൂടെ തന്നെയാണ്, എങ്ങനെയെങ്കിലും ഭരത്തിനെ രക്ഷിച്ചാൽ മതി എന്ന് തന്നെയാണ് അവളുടെ ചിന്ത, ഇനിയെങ്കിലും അവനൊന്ന് നന്നായാൽ മതിയായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ ഗായത്രി. എന്നിട്ട് വിജയപത്മൻ പറയുന്നുണ്ട്, ഗായത്രി നീ എന്തായാലും വിഷമിക്കാതിരിക്കും, ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോകാം, സേതുവിന്റെ വിവരങ്ങൾ എന്താണെന്ന് ഞാൻ പോയി അന്വേഷിച്ചിട്ട് നിന്നോട് പറയാം, നീ എന്തായാലും ടെൻഷൻ അടിച്ച് ഓരോ അസുഖങ്ങളൊന്നും കൂട്ടണ്ട എന്ന് പറയാണ് വിജയപത്മൻ. ശരിയേട്ടാ, എനിക്ക് ഒരു സമാധാനവുമില്ല, ഒന്ന് കഴിയുമ്പോൾ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. നീ എന്തായാലും ഫോൺ വെക്ക് എന്ന് പറയാണ്. അങ്ങനെ ഗായത്രി ഫോൺ വെച്ചതിന് ശേഷം കരഞ്ഞുകൊണ്ട് സോഫയിലിരിക്കുകയാണ്. അപ്പോൾ ഭരത് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ എന്തിനാണ് സേതുവേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു, ഞാൻ തന്നെ അകത്ത് പോകാം, അതായിരുന്നു നല്ലത്, ഞാനല്ലേ തെറ്റ് ചെയ്തത്, നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കാതെ എൻ്റെ എടുത്താചാട്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതിന് സേതുവേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? നാളെ നാട്ടിലുള്ളവർ എല്ലാവരും അറിയുമ്പോൾ സേതുവേട്ടനെതിരെ ആവില്ലേ പഴി ചാരുക? എനിക്കങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും വയ്യ, ഞാൻ എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് കുറ്റസമ്മതം നടത്തുകയാണ്, സേതുവേട്ടനെ ഇറക്കി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവൻ കരയാണ്. എല്ലാം കേൾക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അതാണ് മോനെ സ്നേഹം, എത്രയൊക്കെ ക്യാഷ് കൊടുത്താലും ഒരിടത്തും കിട്ടാത്തത് ഈ സ്നേഹം മാത്രമാണ്, നിന്റെ സേതുവേട്ടന് നിന്നുള്ള സ്നേഹം എത്രയാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഒരാൾക്ക് മറ്റൊരാളെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക. എന്നിട്ട് നീയൊക്കെ അവനോട് ഇതുവരെ ചെയ്തത് എന്തൊക്കെയായിരുന്നു? എനിക്കറിയില്ല ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അവരിനി ഇതിന്റെ പേരിൽ സേതുവിനെയും കൂടി പിടിച്ച് അകത്താക്കുമോ എന്നാണ് എൻ്റെ പേടി എന്നൊക്കെ പറഞ്ഞ് കരയാണ് ഗായത്രിയും. പിന്നാലെ മായ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, അമ്മയും കൂടി ഇങ്ങനെ തുടങ്ങാതെ, സേതുവേട്ടൻ ഒന്നുമില്ലെങ്കിൽ നല്ലൊരു കാര്യമല്ല ചെയ്തത്, ഭരത്താണ് ഇതിനകം അകത്ത് പോയിരുന്നതെങ്കിൽ അവന്റെ ഭാവി എന്തോ ആയിരിക്കും, അത് ആലോചിച്ചിട്ട് തന്നെയാണ് ഞാനും സേതുവേട്ടനും ഇങ്ങനെ തീരുമാനമെടുത്തത്. അമ്മ വല്യച്ഛനെ വിളിച്ചു പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഗായത്രി പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നു ഏട്ടൻ സ്റ്റേഷൻ വരെ ഒന്ന് പോകാം, സേതുവിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ ദുഃഖത്തോടെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നിൽക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ വിജയപത്മൻ സേതുവിനെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. അങ്ങനെ സേതുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. ഒപ്പം തന്നെ ആ മൈക്കിളും ഉണ്ടായിരുന്നു കേട്ടോ സെല്ലില്. സേതു നീ ചെയ്തത് ഒറ്റവാക്കിൽ ഞാൻ വിഡ്ഢിത്തമാണ് എന്ന് പറയുമെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നീ ചെയ്തത് ശരിയായി എന്നാണ്. പക്ഷേ മോനെ, ഇത് മയക്കുമരുന്ന് കേസാണ്, ഇനി എന്താ നമ്മൾ ചെയ്യുക എന്നൊക്കെ പറയാണ്. സേതു പറയുന്നുണ്ട്, വല്യച്ഛ ഞാൻ ഇങ്ങനെ ഈ കുറ്റം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഭരത്തിനെ ആയിരിക്കും അവർ കൊണ്ടുപോകുന്നത്, പിന്നെ ഭരത്തിൻ്റെ ഭാവി എന്തായിരിക്കും? നമ്മുടെ ഭാവന അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കിയത് ഇങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് അത് തുലച്ച് കളയാൻ വേണ്ടിയിട്ടാണോ? അവൻ എന്തായാലും ഒരു പോലീസ് ഓഫീസർ ആകണം, അതിനുവേണ്ടി ഞാൻ അല്പം വിഷമിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല, ഇവിടെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അജിത് സാറിന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് സാറ് തന്നെ എനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് എന്നൊക്കെ പറയാണ്.
വിജയപത്മൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ രണ്ടാൾപേരും സെല്ലിലായില്ലേ, ആ മൈക്കിൾ കാരണമല്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകും മുമ്പ് അയാൾക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കൊടുക്കണം എന്നൊക്കെ പറയാണ്. സേതു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റുവലിച്ച, എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിലുള്ള ദേഷ്യം കിടന്ന് തിളക്കുകയാണ്, ഞാനിതുവരെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ.